بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മരണപ്പെട്ട വ്യക്തിയോട് ആദ്യമായിട്ട് നമുക്കുള്ള ബാധ്യതകളെക്കുറിച്ച്, അഥവാ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതിനെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. മരിച്ചു എന്ന് ഉറപ്പുവരുത്തുക, കണ്ണ് തിരുമ്മി അടക്കുക. ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആലായുടെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു മരിച്ചപ്പോൾ തുറന്നിരുന്ന കണ്ണ് നബി തങ്ങൾ അടച്ചു എന്നും അതിനുശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്നും നമ്മൾ പറയുകയുണ്ടായി. കണ്ണ് തിരുമ്മി അടക്കുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന നമ്മൾ പറഞ്ഞു, തിരുമ്മി അടച്ചതിന് ശേഷം ചൊല്ലേണ്ട പ്രാർത്ഥനയും പറഞ്ഞു. അതുകൊണ്ടാണ് മരണവീടുകളിൽ ആ മരിച്ച വ്യക്തിയെ സന്ദർശിച്ചതിന് ശേഷം അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ആധാരമാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് താട കെട്ടുക അല്ലെങ്കിൽ താടി കെട്ടുക എന്നെല്ലാം പറയും. ചിലപ്പോൾ മയ്യത്തിൻ്റെ വായ തുറന്നിരിക്കും, ചിലരുടെ വായ അടഞ്ഞു തന്നെ ഇരിക്കും. അപ്പോൾ ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും ചെയ്യേണ്ടത് ഈ താടി എല്ലുകൾ, ദാടി മുളക്കുന്ന ആ സ്ഥലത്തുള്ള എല്ല്, അതിനെ മൂർദാവിലേക്ക് തലയുടെ മുകൾ ഭാഗത്തേക്ക് കെട്ടുക. ഷാഫി മദ്ഹബിലും അങ്ങനെ ചെയ്യേണ്ടതാണ്, ഹനഫി മദ്ഹബിലും അങ്ങനെ ചെയ്യേണ്ടതാണ്. ഫൈദാ മാത ശുദ്ധ ലഹിയാഹു, മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടയാളുടെ 2 താടിയെല്ലുകൾ കെട്ടണം. ബിഇസാബത്തിൻ അരീലത്തിൻ തഅമ്മുഹുമാ, വീതിയുള്ള ഒരു തുണിക്കഷ്ണം കൊണ്ട്, അത് രണ്ടിനെയും വ്യാപകമാക്കുന്ന, ആ താടിയെല്ലിന് 2 എല്ല് ഭാഗത്തെയും പൊതിയുന്ന വീതിയുള്ള നാട കൊണ്ട്, തുണി കൊണ്ട് ആ തലയുടെ മൂർദാവിലേക്കാണ്, തറുബത്തു ഫൗഖ റഅസിഹി, തലയുടെ മുകളിലേക്കാണ് കെട്ടേണ്ടത്. മുകളിൽ നിന്ന് താടിയല്ല, താഴ്ഭാഗത്തല്ല കെട്ടേണ്ടത്. ഈ തുണി മുകളിലേക്ക് കൊണ്ടുപോയി തലയുടെ മുകളിലേക്ക് കെട്ടണം. മറാഖിൽ ഫലാഹി, തഹത്താവി, അതിലൊക്കെ കാണാൻ കഴിയും ഹനഫി മദ്ഹബിൻ്റെ കിതാബുകളിലും. ഷാഫി മദ്ഹബിലും ഇപ്രകാരം ചെയ്യണം. അപ്പോൾ അത് വായ തുറന്നിരിക്കാതിരിക്കാൻ പ്രയോജനപ്പെടും. ഇങ്ങനെ കണ്ണ് തിരുമ്മി അടച്ചു, താട കെട്ടി, അഥവാ വായ തുറക്കാതിരിക്കാൻ താടിയെല്ലിൽ നിന്ന് വീതിയുള്ള തുണിക്കഷ്ണം കൊണ്ട് 2 ഭാഗത്തേക്കായിട്ട് കൊണ്ടുപോയി തലയുടെ മൂർദാവിലേക്ക് മുകൾ ഭാഗത്തേക്ക് ബന്ധിപ്പിക്കുക. അപ്രകാരം നമ്മൾ ചെയ്യും. അതിനുശേഷം സന്ധികളെ മയപ്പെടുത്തണം. ജോയിൻറ്റുകളെ, മയ്യത്തിൻ്റെ അവയവങ്ങളുടെ ജോയിൻറ്റുകളെ മയപ്പെടുത്തണം. അതായത് വിരലുകൾ ഓരോന്നായി ഉള്ളം കൈയിലേക്ക് മടക്കുകയും നിവർത്തുകയും ചെയ്യുക. ഓരോ വിരലുകളായിട്ട് ഉള്ളം കൈയിലേക്ക് മടക്കുകയും അത് നിവർത്തുകയും ചെയ്യുക. ഇങ്ങനെ ഉള്ളം കൈയിലേക്ക് മടക്കുക, നിവർത്തുക, ഓരോ വിരലുകളായി മടക്കുക, നിവർത്തുക, ഇങ്ങനെ ചെയ്യുക 2 കൈയിലെയും വിരലുകൾ. അതുപോലെ തന്നെ കുതികാൽ, ഉപ്പൂറ്റി, മടമ്പുകാൽ എന്നൊക്കെ പറയും. ഓരോ നാട്ടിൽ ഓരോ ഭാഷയാണ്. കുതികാലി എന്ന് പറയും, അല്ലെങ്കിൽ ഉപ്പൂറ്റി എന്ന് പറയും, അല്ലെങ്കിൽ മടമ്പുകാൽ എന്ന് പറയും. കാലിൻ്റെ പുറകു ഭാഗം, ബാക്ക് ഭാഗം, നമ്മൾ കാലക്കെട്ട് ഉരക്കുന്ന ആ ബാക്ക് ഭാഗം, ആ ഭാഗത്തെ ആ ഉപ്പൂറ്റിയെ അല്ലെങ്കിൽ മടമ്പുകാലിനെ തുടയോട് ചേരും വിധം കാൽമുട്ടുകൾ മയപ്പെടുത്തുക. കുതികാല് തുടയോട് ചേരും വിധം കാൽമുട്ടുകൾ എന്ത് ചെയ്യുക? മടക്കുകയും നിവർത്തുകയും ചെയ്യുക. കാലങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ കാലിൻ്റെ തുടകൾ വയറിനോട് ചേരും വിധം അരക്കെട്ടും മയപ്പെടുത്തണം.
തുടകൾ വയറിലേക്ക് ചേരും വിധം എന്ത് ചെയ്യണം? അരക്കെട്ടും മയപ്പെടുത്തണം. വിരലുകൾ ഓരോന്നോരോന്നായിട്ട് മടക്കുകയും നിവർത്തുകയും ചെയ്യുക. കാലിൻ്റെ കുതികാല് അല്ലെങ്കിൽ മടമ്പുകാല് അല്ലെങ്കിൽ ഉപ്പൂറ്റി ഏത് ഭാഷ പറയുന്നു അതിനെ തുടയോട് ചേരും വിധം കാൽമുട്ടുകൾ എന്ത് ചെയ്യുക? മടക്കുകയും നിവർത്തുകയും ചെയ്യുക. തുടകൾ, കാലിൻ്റെ തുടകൾ എന്ത് ചെയ്യണം? വയറിനോട് ചേരും വിധം അരക്കെട്ടും മയപ്പെടുത്തണം. ഇതെല്ലാം മരിച്ച ഉടനെ ശരീരത്തിൻ്റെ ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ടതാണ്. ശരീരം മരിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ചൂട് കാണും ശരീരത്തിൽ. ആ ചൂട് തണുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. അവയവങ്ങൾ വഴങ്ങാത്ത വിധം മരവിച്ചു പോയാൽ കുളിപ്പിക്കാനും കഫൻ പൊതിയാനും പ്രയാസമാകുന്നതിനാലാണ് ഉടനെ തന്നെ ചൂടാറുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യണമെന്ന് ഉലമാക്കൾ പറയാൻ കാരണം. അവയവങ്ങൾ അതിന് മയം ഉണ്ടാകണം. അത് വഴങ്ങാത്ത രീതിയിൽ മരവിച്ചു പോയാലോ കുളിപ്പിക്കാനും പ്രയാസമാണ്, കഫം പൊതിയാനും പ്രയാസമാണ്. അതുകൊണ്ടാണ് ചൂടാറുന്നതിന് മുമ്പ് പ്രകാരം ചെയ്യണമെന്ന് പറഞ്ഞത്. ആവശ്യമായി വന്നാലോ ചിലർ വളഞ്ഞ് കിടക്കുന്ന രീതിയിൽ തന്നെ മരിച്ചു പോയെന്ന് വരും. അപ്പോൾ ആവശ്യമായി വന്നാൽ ഇതിന് എണ്ണയോ കുഴമ്പോ ഉപയോഗിക്കൽ നിർബന്ധമാണ്. പറ്റുന്ന രീതിയിൽ നിവർത്താൻ നോക്കണം എന്ന് ഇമാം അലി ഷിബ്റാമുൽ ലസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. കുഴമ്പോ എണ്ണയോ എന്ത് ചെയ്യാം? പുരട്ടിക്കൊണ്ട് മയപ്പെടുത്തി നിവർത്താൻ നോക്കുക. ഇനി അപ്പോൾ സന്ധികളൊക്കെ മയപ്പെടുത്തി ഓരോ അവയവങ്ങൾ. കണ്ണു തിരുമ്മി അടച്ചു. ആ വാ തുറന്നിരിക്കാതിരിക്കാൻ വേണ്ടി നാട കെട്ടി തലയുടെ മുറുതാവിലേക്ക് കൊണ്ടുപോയി കെട്ടി. പിന്നെ അവയവങ്ങളൊക്കെ മയപ്പെടുത്തി. ഇനി മയ്യത്തിൻ്റെ 2 കൈകൾ, ആ കൈകൾ രണ്ടും നെഞ്ചിൽ കെട്ടിവെക്കണോ അതല്ല സാധാരണ പോലെ ശരീരത്തിലേക്ക് 2 വശങ്ങളിലേക്ക് ചേർത്ത് വെക്കണം? ഷാഫി മദ്ഹബിൽ വ്യക്തമായ റിപ്പോർട്ടുകളൊന്നും ഇല്ല എന്നും രണ്ടായാലും നല്ലതാണെന്നും ഖതീബ് ഷുർബീനി റഹ്മത്തുള്ളാഹി പറഞ്ഞതായി മുഗനി 1-ാം പാഠ്യത്തിൽ കാണാൻ കഴിയും. നെഞ്ചിൽ കെട്ടണമെന്നും 2 വശത്തിലേക്ക് വെക്കണമെന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. രണ്ടായാലും കുഴപ്പമില്ല, നല്ലതാണ് എന്ന് ഖതീബ് ഷുർബീനി റഹ്മത്തുള്ളാഹി പറഞ്ഞതായി മുഗനിയിൽ കാണാം. കൈകൾ നെഞ്ചിൽ കെട്ടിവെക്കപ്പെടണോ വശങ്ങളിലായി എന്ത് ചെയ്യുക? 2 ശരീരത്തിൻ്റെ 2 വശങ്ങളിലായി വെക്കുകയോ ആകാം. ഇതിലേത് നിലയിൽ പ്രവർത്തിക്കപ്പെട്ടാലും നല്ലത് തന്നെയാണെന്ന് നിഹായ 2-ാം പാഠ്യത്തിലും കാണാൻ കഴിയും. കൈകൾ നെഞ്ചിൽ വെക്കപ്പെടുകയോ വശങ്ങളിലായി ഇടുകയോ ചെയ്യാമെന്ന് മഹല്ലിയുടെ ഷറഹ് കൽയൂബി 1-ാം പാഠ്യത്തിലും കാണാൻ കഴിയും. അപ്പോൾ എന്തു വേണം? ഏതായാലും കുഴപ്പമില്ല. നെഞ്ചിൽ കൈ കെട്ടി വെക്കണമെങ്കിൽ വെക്കാം, നേരെ 2 വശങ്ങളിലേക്ക് വെക്കുകയും ചെയ്യാം. നടന്നു വരുന്ന രീതി സ്വീകരിക്കാം. ആ നാട്ടിൽ കൈകൾ നെഞ്ചിൽ കെട്ടിവെക്കുന്ന രീതിയാണോ അങ്ങനെ ചെയ്യാം. അതല്ല 2 വശങ്ങളിലേക്ക് ഇടുന്ന രീതിയാണോ അങ്ങനെ ചെയ്യാം. ഇതാണ് ഷാഫി മദ്ഹബിൽ. ഹനഫി മദ്ഹബിലോ വതൂളഉ യദാഹു ബിജംബൈഹി, 2 കൈകളെ 2 വശങ്ങളിലായി വെക്കപ്പെടണം. മയ്യിത്തിൻ്റെ 2 വശങ്ങളിലായി 2 കൈകൾ വെക്കപ്പെടുക. വലാ യജൂസു വദഉഹു അലാ സദ്രിഹി, ആ 2 കൈകളെ നെഞ്ചിൻ്റെ മേൽ കെട്ടാൻ പാടില്ല. അത് കറാഹത്താണ് എന്നാണ് മറാത്തുൽ ഫലാഹിൽ കാണാൻ കഴിയും. 2 വശങ്ങളിലായി വെക്കുക, നെഞ്ചിന് മുകളിൽ കെട്ടരുത്. അങ്ങനെ കെട്ടൽ കറാഹത്താണ് ഹനഫി മദ്ഹബിൽ. ഷാഫി മദ്ഹബിൽ 2ഉം ആകാം, നെഞ്ചിൽ കെട്ടാം അല്ലെങ്കിൽ 2 വശങ്ങളിലായി വെക്കാം. ഏതായാലും നല്ലത് തന്നെയാണ്. അപ്പം നാട്ടിൽ എന്താണ് നടക്കുന്നത് അതേപോലെ ചെയ്യാം. ഇതാണ് കൈകൾ കെട്ടുന്നതിൻ്റെ വിധി ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും. ഇത്യാദി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കണ്ണ് തിരുമ്മി അടക്കണം ആദ്യമായിട്ട്. അതുപോലെ തന്നെ പിന്നെ താട കെട്ടണം. അത് കഴിഞ്ഞിട്ട് അവയവങ്ങളൊക്കെ മയപ്പെടുത്തണം. വിരലുകളും കൈകളും ഓരോ ജോയിൻറ്റുകളും, കൈകളാണെങ്കിൽ ജോയിൻറ്റുകളൊക്കെ മയപ്പെടുത്തുക. ഇങ്ങനെ ഓരോ ഭാഗങ്ങളും മയപ്പെടുത്തുക. ഓരോ ജോയിൻറ്റുകളും മയപ്പെടുത്തിയാലേ നമ്മൾ കുളിപ്പിക്കാനും കഫം പൊതിയാനും ഇങ്ങനെ മയ്യത്ത് എടുക്കാനും കുളിപ്പിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുളിപ്പിക്കാനൊക്കെ സാധിക്കണമെങ്കിൽ ശരീരത്തിന് ഒരു മയം വരണം. അതിന് മരിച്ച ഉടനെ അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്?
ഈ കൈകൾ എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന രീതി പറഞ്ഞത്. അപ്പോൾ 2 രീതിയിലാകാം. ഷാഫി മദ്ഹബിൽ, ഹനഫി മദ്ഹബിൽ ഒരു രീതിയേ ഉള്ളൂ. ഏത് രീതി? കൈകൾ നേരെ വെക്കുക, നെഞ്ചിന് മുകളിൽ കെട്ടരുത്. അങ്ങനെ കെട്ടൽ കറാഹത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കി മയ്യിത്തിനോടുള്ള ആ കടപ്പാടുകൾ നിർവഹിച്ച് മയ്യിത്ത് പരിപാലനം ഏത് രീതിയിലാകണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, വന്നിരായ ഗുരുനാഥന്മാരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, സന്താനങ്ങളുണ്ട്, സഹോദരന്മാരുണ്ട്, കുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവരൊക്കെ ആരുടെ മണ്ണിൻ്റെ ചുവട്ടിലുണ്ട്. അവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിലും നാമുമായി ബന്ധപ്പെട്ടവരിലും ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, പല പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ മാറ്റി മനസ്സിനും ശരീരത്തിനും റാഹത്തും സന്തോഷവും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.